6 വരെ എന്താ കണ്ടസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഞാൻ ഈ ഷോയിലേക്ക് വന്ന അപ്പം തുടങ്ങുമ്പോൾ ഞാൻ അതിവിടെ നിന്ന് തുടങ്ങണമല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ ഷോയിലേക്ക് വന്നതെന്നുള്ളത്. അതായത് അറിയായിരിക്കും ഒരുവിധം കേരളത്തിൽ ഇപ്പൊ ഞാൻ 13 years ആയിട്ട് ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആണ്, ഒരു സെലിബ്രിറ്റി ഡിസൈനർ ആണ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ 13 years ആയിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഞാനാണ്. അത് മാത്രമല്ല, എന്നെ ഷോയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യം ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരു കേസിൽ നിന്ന് പുറത്തിറങ്ങി സ്ട്രോങ് ആയിട്ട് വന്ന് സംസാരിച്ച് ഇന്നസെൻസ് പ്രൂവ് ചെയ്തതിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്നെ ഈ ഷോയിലേക്ക് ഇങ്ങോട്ടേക്ക് ഏഷ്യാനെറ്റ് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അത്രയ്ക്ക് ഓൾ ഡ്യൂഡ് റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് എന്നെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. അത് എന്നെ കഴിഞ്ഞ സീസണിലല്ല ഇൻവൈറ്റ് ചെയ്തത്, അതിന് മുമ്പിലത്തെ സീസണിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ അതായത് ഈ ഇന്റർവ്യൂ പ്രോസസ് നിങ്ങൾ ആലോചിക്കണം, ഇത് ഏഷ്യാനെറ്റ് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനം അല്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞ സബുചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ്, ഒരു കോർപ്പറേറ്റ് ആണ് ഇത് ചെയ്യുന്നത്. അതിനെ കൂടെ തന്നെ ഏഷ്യാനെറ്റും ഇപ്പൊ ഡിസ്നിയും ഹോട്ട്സ്റ്റാറും എല്ലാരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം ഇത്രയും ഒരു നടത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരു ബാഡ് എന്ന് വെച്ചാൽ ബിക്കോസ് ഞാനത് പോയതാണ്, എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത ഒരാളാണ്. എന്റെ കാര്യമേ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുള്ളൂ, അത് മറ്റതിലേക്ക് ഞാൻ വരാം. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന് പോയി ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് അല്ലാത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാനൽ ഒരു 8-10 പേരുള്ള ഇൻക്ലൂഡിംഗ് സ്ത്രീകള് അടങ്ങുന്ന ഉള്ളൊരു ജഡ്ജിങ് പാനലാണ്. അതും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്ന പോലെ അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ തന്നെ നടത്തുന്നത്. അതിനുശേഷം കോള് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയും അതിന് എന്റേതായ കാരണങ്ങളുണ്ട്. എനിക്ക് കേസ് നടത്തണമായിരുന്നു. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ട് തന്നില്ല. അതിന് അതിന്റേതായ കാരണങ്ങൾ. ഒന്ന്, അതുവരെ നമ്മൾ സീസൺ 5 വരെ അല്ലെങ്കിൽ 4 വരെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറഞ്ഞ ഒരു സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ള ഒരു ഇതാണ് എന്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പൊ എനിക്കത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ പോയി അതിൽ എനിക്ക് തെളിയിക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ എന്തൊരു റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അതിനകത്ത് കയറുന്നത്, അതിനെയും കാട്ടി കൂടുതൽ ഒരു ഗുഡ് വില്ലോടെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസിലൂടെയാണ് ഞാൻ അടുത്ത വർഷം ഞാൻ പോയി കാണിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ പോയി കാണിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി റൗണ്ടിൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം എന്റെ ലൈഫിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും ഒരു പ്രൗഡായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സന്തോഷം കൊടുക്കാൻ പറ്റില്ല. എന്റെ ബ്രദറാണ് അവര് എയർപോർട്ടിൽ